ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കുന്നു. വളരെ ഭയത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളോട് ഹൃദ്യമായി ഇടപെടേണ്ടതിന് വേണ്ടി അടുത്ത ആഴ്ചക്കാലം ജീവിപ്പാൻ ആവശ്യമാകുന്ന എല്ലാ ദൈവിക കൃപയും ഇന്ന് പകൽക്കാലം പ്രാപിച്ച് കടന്നു പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥനയോടെ ആയിരിക്കാം വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ ദാസനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. കാൽവരി മാലമേൽ നോക്കു നീ, കാൽവരി മാലമേൽ നോക്കു നീ, കാൽകരം ചേർന്നിതാ ആണിമേ തൂങ്ങുന്നു, കാൽകരം ചേർന്നിതാ ആണിമേ തൂങ്ങുന്നു. ധ്യാനപീഠമതിൽ കയറി, ധ്യാനപീഠമതിൽ കയറി, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേ തൂങ്ങുന്നു. സന്തോഷം ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതിന് ദൈവദാസൻ കുടുംബം, മറ്റു എല്ലാ ദൈവവിശ്വാസികൾ സൂമിലൂടെയും വിവിധമായ മാധ്യമങ്ങളുടെയും ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവവിശ്വാസികൾ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ പ്രാരംഭമായി അറിയിക്കട്ടെ. പ്രത്യേകിച്ച് പ്രാരംഭമായി ദൈവമക്കളോട് പറയാനുള്ള ഒരു വലിയൊരു ദൈവാത്മാവിൻ്റെ ഒരു നിയോഗം എന്ന് പറയുന്നത്, ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ദൈവജനങ്ങൾ ദൈവത്തെ സ്തുതിച്ചും മഹത്വപ്പെടുത്തി ദൈവാത്മാവിൽ ആശ്രയിച്ച് ദൈവജനം ശക്തിപ്പെട്ട് മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട വിഷയമെന്ന് പറയുന്നത്, അതിനോടൊപ്പം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തി ദൈവസന്നിധി കയറി വരുമ്പോൾ തന്നെ പലവിധമാകുന്ന പ്രശ്നങ്ങൾ കടന്നു വരും. എന്തിനാണെന്നറിയാമോ? അതിൽ നാം ജയിച്ച് മുൻപോട്ട് വരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ചില പ്രയാസം വരുമ്പോൾ കർത്താവെ ഞാൻ എന്തിനാണ് സ്തുതിക്കുന്നു എന്നുള്ള മനോഭാവം നമ്മുടെ മേൽ വരുവാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ആഴ്ച വായിച്ച വേദഭാഗം നമ്മൾ ഓർമ്മിച്ചാൽ മാത്രം മതി. 73-ാം സങ്കീർത്തനത്തിൽ ഒന്നാമതായി ആസാഫിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം എന്നാണ് 1 മുതൽ 12 വരെ വായിച്ച വേദഭാഗത്തിൽ വ്യക്തമായി പരിശുദ്ധാത്മാവ് അന്ന് പകൽക്കാല ആലോചന നൽകുവാനിടയായിരുന്നു. ഒന്ന്, മറ്റുള്ളവരെ പറ്റിയുള്ള ആവലാതികൾ ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യതയുണ്ട് ദൈവസന്നിധി വരുമ്പോൾ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് 12 മുതൽ 14 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതവുമായി കമ്പയർ ചെയ്തിട്ട് ഞാൻ എന്തിന് ദൈവത്തെ സ്തുതിക്കണമെന്നുള്ള ചിന്ത കടന്നു വരുന്ന അനുഭവങ്ങൾ ദൈവമക്കളുടെ ദൈവത്തെ സ്തുതിക്കുന്ന മധ്യത്തിൽ കടന്നു വരുവാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ദൈവജനം സ്തുതിച്ച് പിന്നെയും മുൻപോട്ട് വരുവാൻ സ്വർഗ്ഗത്തെ ദൈവം ആഗ്രഹിക്കും. നീ എത്രത്തോളം ദൈവസന്നിധി സ്തുതിക്കാൻ വേണ്ടി ഹല്ലേലൂയ നമ്മളൊരു സ്റ്റെപ്പ് എടുത്തു വയ്ക്കുമോ, നമ്മൾ എത്രത്തോളം ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ നിൽക്കുവാൻ ശ്രമിക്കുമോ, എത്രത്തോളം ജഡസ്വഭാവം നമ്മൾ വിട്ടുമാറി ആത്മസ്വഭാവത്തിലേക്ക് വരുവാൻ നാം ആഗ്രഹിക്കുന്നുവോ, ആത്മാവിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം വരുവാൻ ആഗ്രഹിക്കുന്നുവോ, അത്രത്തോളം പിശാചിൻ്റെ ചില പദ്ധതികളും പലവിധമാകുന്ന പ്രവർത്തനങ്ങൾ ഉള്ളപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ഒരു പദ്ധതി എന്നാണെന്നറിയാമോ? അതിൻ്റെ മധ്യത്തിൽ നമ്മൾ ജയിച്ചു പുറത്തു വരണം. പക്ഷെ ഒരു കാര്യം ഓർക്കണം, നമ്മളൊരു ലെവൽ എത്തിക്കഴിഞ്ഞാലുണ്ടല്ലോ, ജയിച്ചു പുറത്തു വന്ന് അതിനകത്ത് പൂർണ്ണമായി വിടുതൽ പ്രാപിച്ചു പുറത്തു വന്നാൽ പിന്നെ ഒരു ശത്രുവിനും തൊടുവാൻ കഴിയത്തില്ല. ഈ സഭയെ പറ്റി പരിശുദ്ധാത്മാ പറയുന്ന ദൈവത്തിന്റെ ആലോചന എന്നറിയാമോ? ഈ കാലയളവിൽ ചിലവിധമാകുന്ന പ്രയാസങ്ങൾ, ചില ബുദ്ധിമുട്ടുകൾ, കഴിഞ്ഞ നാളുകളില്ലാത്ത വേദനകൾ, ചില രോഗങ്ങൾ, നിന്ദകൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ ആഞ്ഞടിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതിന്റെ മധ്യത്തിൽ ദൈവസന്നിധി വിശ്വാസത്തോടുകൂടെ കഴിഞ്ഞ ദിവസം ദൈവദാസൻ പറഞ്ഞതുപോലെ ദൈവം എന്നെ രക്ഷിക്കുമെന്നുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവം നമ്മുടെ മേൽ കടന്നു
വരരുത്. ഈ കാലഘട്ടം വരാൻ സാധ്യതയുണ്ട്. എന്തിനാണ് ദൈവത്തെ സ്തുതിക്കുന്നത്? എന്തിനാണ് നാം ദൈവത്തെ ആരാധിക്കുന്നത്? കർത്താവേ, ഞാൻ ആരാധിക്കുന്നില്ലയോ? ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നില്ലയോ? ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നില്ലയോ? പിന്നെയും എന്തിനാണെന്നുള്ള ചോദ്യം മുൻപിൽ വരാതെ, കർത്താവേ, എന്റെ ദൈവം അറിയാതെ എന്റെ ശരീരത്തിൽ ഒരു സംഭവം വരത്തില്ല കർത്താവേ. എന്റെ ദൈവം അറിയാതെ എന്റെ കുടുംബത്തിൽ ഒന്നും സംഭവിക്കത്തില്ല കർത്താവേ. എന്റെ ദൈവം അറിയാതെ എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ, അതേ ദൈവസഭയുള്ള ബന്ധത്തിൽ ഒന്നും തന്നെ സംഭവിക്കത്തില്ല ദൈവം അറിയാതെ എന്നുള്ള ബോധ്യതയിൽ, ആത്മാവിൽ, വിശ്വാസത്തിൽ കരേറുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഞാനിവിടെ ഇരുന്നപ്പോൾ ഹല്ലേലൂയ വളരെ വേദനയോടെ ചില വിഷയങ്ങൾ ഞാൻ ഓർക്കുവാനിടയത്. പക്ഷേ ദൈവാത്മാവ് എന്നെ ശക്തിപ്പെടുത്തിയ ആലോചനയാണ് പ്രാരംഭമായി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ ദൈവവചനം കേൾക്കുന്ന ഓരോരുത്തരും പറയുന്നു, നിങ്ങൾ ദൈവസന്നിധി പൂർണ്ണമായി സമർപ്പിതനായി കഴിഞ്ഞ നാളുകൾ വ്യത്യസ്തമായി ദൈവത്തെ സ്തുതിക്കുവാൻ നിങ്ങളുടെ അധരങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ, ജഡസ്വഭാവം മാറി ആത്മസ്വഭാവത്തിലേക്ക് വരുമ്പോൾ, ഓർക്കണം, ഇന്നുവരെ ഇല്ലാത്ത ചില പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോഴും അവിടെയും ജയിച്ചു പുറത്തു വന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളിൽ വെളിപ്പെടുവാനിടയായി തീരും. ഹല്ലേലൂയ. എത്ര വിശ്വസിക്കുന്നുണ്ട് ഈ സഭയ്ക്കകത്ത് മന്ദീകരണത്തിന്റെ അനുഭവങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ? ഹല്ലേലൂയ. ചില കുടുംബങ്ങൾ യേശുവിന്റെ നാമത്തിൽ വരട്ടെ. ഉള്ളവർ ദൈവസന്നിധി പൂർണ്ണമായി സമർപ്പിതരായി കർത്താവിന് പ്രയോജനപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മുടെ എല്ലാവരുടെ കണ്ണുകൾ മൂടിയാട്ടെ. ഇതിനകത്ത് വ്യാപരിക്കുന്ന സകല മന്ദീകരണ അനുഭവങ്ങൾ, ഹല്ലേലൂയ, ഈ സൂമിലൂടെ വിവിധമായ മാധ്യമങ്ങളിലൂടെ നിരന്തരമായി ദൈവവചനം കേൾക്കുന്ന ഓരോ വ്യക്തിയുടെ കുടുംബങ്ങൾക്കകത്ത് വ്യാപരിക്കുന്ന ചില മന്ദീകരിക്കുന്ന ആത്മാവിന്റെ വ്യാപാരങ്ങൾ ഈ ദിവസങ്ങൾ മനസ്സിലായി പുറത്തു വരുവാൻ, കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഒരാത്മധൈര്യം ഞങ്ങളുടെ മേൽ പകരട്ടെ, ആത്മവിശ്വാസം പകരട്ടെ കർത്താവേ. വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവാത്മാവ് സംസാരിക്കട്ടെ കർത്താവേ. വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവാത്മാവ് സംസാരിക്കട്ടെ കർത്താവേ. ഓരോ ഹൃദയങ്ങളെയും ദൈവാത്മാവ് ശക്തിപ്പെടുത്തട്ടെ കർത്താവേ. രോഗികളായി വ്യത്യസ്തമായ ഭാരങ്ങളോട് പ്രയാസപ്പെടുത്തുന്ന സകല അനുഭവങ്ങളിൽ നിന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവിന്റെ ചലനത്തിനായി സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളുടെ മേൽ ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ കർത്താവേ. ശരീരങ്ങളുടെ ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ കർത്താവേ. സഭയ്ക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ കർത്താവേ. ദൈവം നമ്മുടെ പ്രാർത്ഥനകളും യാചന കേട്ടർപ്പയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. അല്പനേരം ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം 19-ാം വാക്യം. നമ്മൾ പ്രത്യേകിച്ച് കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പേ നമ്മൾ പഠിച്ചു വന്നൊരു ഭാഗമാണല്ലോ. 8-ാം അധ്യായം 19-ാം വാക്യം നമുക്ക് വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 19-ാം വാക്യം. റോമാലേഖനം മതി. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. പ്രത്യേകിച്ച് പ്രാരംഭമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടേതായ ഉപവാസ പ്രാർത്ഥന ദൈവദാസൻ പറഞ്ഞ ഒരു വിഷയം എന്നെ വളരെയധികം ചലഞ്ച് ചെയ്യാനിടയായി തോന്നുന്നു. ഒന്ന്, ദൈവദാസൻ പറഞ്ഞ 4 ഭാഗങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു വിഷയം, ഹല്ലേലൂയ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരാത്മവിശ്വാസം നമ്മൾ എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവം ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒരിക്കലും വരരുത്. ആത്മവിശ്വാസം സധൈര്യത്തോടെ നമ്മൾ എന്ത് ചെയ്യണം? കീപ്പ് ചെയ്യണം. ഇന്ന് പകൽക്കാലം ആ വചനം ദൈവാത്മാവ് ശക്തമായി സഭയുള്ള ബന്ധത്തിലും ഓരോ വ്യക്തിയും പരിശുദ്ധം പറയും, നമ്മൾ ആത്മധൈര്യം നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവത്തിൽ വരരുത്. ആത്മാവിൽ ബലപ്പെട്ടുകൊണ്ടിരിക്കണം. കർത്താവ് ഒരിക്കൽ നമ്മളെ കൈവിടത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകം വായിക്കേണ്ട 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ യോശുവ ദൈവത്തിന്റെ ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ മോശയുടെ സകല അനുഭവങ്ങൾ കണ്ടിട്ട് ഒരിക്കലും മുൻപോട്ട് ശുശ്രൂഷ ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ള വലിയ മനോഭാരത്തോടെ ഇരിക്കുന്ന യോശുവയോട് ദൈവാത്മാവ് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഹല്ലേലൂയ. 1-ാം അധ്യായം 5-ാം വാക്യം, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോട് കൂടെ നിന്നതുപോലെ നിന്നോട് കൂടെ നിൽക്കും. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. പക്ഷേ ഈ ന്യായപ്രമാണത്തിന് ഒരടി പോലും ഇടത്തോട്ടോ വലത്തോട്ടോ നീ മാറി. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറഞ്ഞ
എന്നുള്ള ഈ ദൂത് തന്നെയാണ്. യോശുവയുടെ ഒരുപാട് ജീവിതത്തിൽ പ്രതികൂലം വന്നു, ഒരുപാട് പേർ നിന്നു, പക്ഷെ അവരാരും ജയിച്ചില്ല എന്നുള്ളതാണ് ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. കർത്താവിൻ്റെ ദാസന് അനുകൂലമായിരുന്നു. ഇന്ന് പകൽക്കാലം ദൈവം നമുക്ക് വാഗ്ദത്തം നൽകിയിട്ടുണ്ടെങ്കിൽ, ദൈവം നമുക്ക് ചില പ്രവചനങ്ങൾ ദൈവത്തിൻ്റെ ദൂതുകളായി ദൈവാത്മാവ് വ്യക്തിപരമായ ജീവിതത്തിൽ സ്വപ്നങ്ങളിലൂടെ, ദർശനങ്ങളിലൂടെ ദൈവാത്മാവ് കഴിഞ്ഞ നാളുകൾ ഏതെങ്കിലും കാലഘട്ടത്തിൽ ദൈവാത്മാവ് താങ്കളെക്കുറിച്ചോ താങ്കളുടെ മക്കളെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ ദൈവത്തിൻ്റെ ആത്മാവ് എന്തെങ്കിലും ദൂത് നൽകിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക, എൻ്റെ കർത്താവ് വാക്കുമാറും ദൈവമല്ല, എൻ്റെ ദൈവം വാക്കുമാറുന്ന ദൈവമല്ല. ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത്. അല്ലെങ്കിൽ ആ ദൈവദാസന്റെ ആ വാക്ക് ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ചു പറഞ്ഞു എന്നുള്ളൂ. ഇന്ന് പകൽക്കാലം വായിച്ച വേദഭാഗത്ത് വഹിക്കുമ്പോഴും നമ്മൾ പ്രത്യേകിച്ച് 8-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തെ സംബന്ധിച്ച് നമ്മൾ വായിക്കുമ്പോൾ ഈ ലോകത്തിലെ സൃഷ്ടികളെല്ലാം ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനായി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ കർത്താവ് യേശുക്രിസ്തുവിന്റെ വെളിപ്പാടല്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ച വ്യക്തമായി പഠിക്കുവാനിടയായിരുന്നു. ഇതൊരു ദൈവത്തെ അറിയുന്ന, ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യരിൽ നിന്നും ദൈവത്തിന്റെ പുത്രന്മാരായി ദൈവം ചിലരെ അപ്പോയിന്റ്മെന്റ് ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അവരുടെ ഒരു സ്തോത്രം, ഒരു വെളിപ്പാട്, അവരുടെ ചില പുറപ്പാട്, അവരുടെ ചിലവിധമാകുന്ന പ്രത്യക്ഷതകൾ കർത്താവ് സ്തോത്രം ചില വ്യക്തികൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ തന്നെ ഈ ലോകത്തിലെ സകല സൃഷ്ടികളും കാത്തിരിക്കുന്നു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഈ രണ്ട് ഭാഗമാണുള്ളത്. ഒന്ന്, ഇത് സൃഷ്ടിപരമായി അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവപുത്രന്മാരായി പുറത്തു വന്നാൽ ഒന്ന് എന്തൊക്കെ സംഭവിക്കും. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വരണമെങ്കിൽ എന്തു ചെയ്യണം. ഈ രണ്ട് ഭാഗമാണ് പഠിക്കേണ്ട വിഷയം. അതിൽ ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു സൃഷ്ടിയായി പുറത്തു വന്നാൽ എന്ന് പറഞ്ഞാൽ ദൈവപുത്രന്മാരുടെ വെളിപ്പാട് നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ച് നമ്മൾ മനുഷ്യരായിരിക്കുമ്പോൾ തന്നെ പുറത്തു വന്നാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കഴിഞ്ഞ ആഴ്ച അല്പം നമുക്ക് പഠിക്കുവാനിടയായി തോന്നി. യേശു കർത്താവാണ് റിയൽ മോഡൽ. നമുക്കറിയാം, നമ്മൾ വേദപുസ്തകത്തിൽ അനേകം ദൈവപുത്രന്മാരായി പറയുന്നുണ്ട്. എന്നാൽ ഇതിനകത്ത് നമുക്ക് മാതൃക ഉൾക്കൊള്ളാൻ പറ്റുന്നത് കർത്താവ് യേശു ക്രിസ്തുവിനെയാണ്. യേശു ക്രിസ്തുവിന്റെ ഒന്നാമത്തെ ഭാഗം പഠിച്ചത് പ്രത്യേകിച്ച് ദൈവപുത്രൻ, ഇവൻ എൻ്റെ ദൈവപുത്രൻ എന്ന് അതേ സാക്ഷാൽ ലോകത്തോട് വിളിച്ചറിയിച്ച ഒരു സാഹചര്യം അതിന് കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നാന സമയമായിരുന്നു. ആ സ്നാന സമയത്ത് അവിടെ നടന്ന ചില കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മത്തായി 3-ാം അധ്യായം 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സ്വർഗീയമായ നീതി അവിടെ വെളിപ്പെടുവാനിടയായിത്തീർന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവമക്കൾ ദൈവപുത്രന്മാരായാൽ നിശ്ചയമായി ജീവിതത്തിൽ ന്യായവും നീതിയും ഉള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അത് വ്യക്തമായി നമ്മൾ പഠിക്കുവാനിടയിൽ. രണ്ടാമത്തെ ഭാഗം അതിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക്, 3-ാം അധ്യായം 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് ദൈവത്തിന്റെ സ്തോത്രം ദൈവപുത്രനായി വെളിപ്പെടുന്നതിന് മുൻപേ ഒരു സാഹചര്യം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവൻ സ്നാനമേൽക്കുവാനിടയായി തീർന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവമക്കൾ അടിസ്ഥാനപരമായ ഉപദേശങ്ങൾ കൈക്കൊള്ളുന്നവരായിരിക്കണം. 7 അടിസ്ഥാന ഉപദേശങ്ങൾ: മാനസാന്തരപ്പെടണം, രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, കൂട്ടായ്മ അനുഭവിക്കണം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കണം, സ്നാനപ്പെടണം, കർത്തൃമേശ അനുഭവിക്കണം. ഇങ്ങനെ ഈ വിധമാകുന്ന ഉപദേശങ്ങൾ കൈക്കൊള്ളുന്നവരായിരിക്കണം. 3-ാമത്തെ ഭാഗത്തിലേക്കൊന്ന് തൊട്ട് മാത്രം നമ്മൾ തൊടുവാനിടയായി തീർന്നു. ഒരു ദൈവപുത്രനായി നാം വെളിപ്പെട്ടാൽ ഇവിടെ സംഭവിച്ച യേശുവിന്റെ ജീവിതം സംഭവിച്ച കാര്യം അതിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരാം. രണ്ടാമത്തെ ഭാഗം. യേശു കർത്താവ് മൈക്കിലൂടെ ഒന്ന് വായിക്കാമോ ദയവായി? 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം വായിക്കാം. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി, അപ്പോൾ സ്വർഗം തുറന്ന്. ഇവിടെ ശ്രദ്ധയോടെ കേൾക്കണം. ഒരു ദൈവപുത്രനായി ഈ ഭൂമിയിൽ നാം വെളിപ്പെട്ടാൽ, ഒരു മനുഷ്യനായി ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു ദൈവപുത്രനായി വെളിപ്പെടുവാനാണ്. ആ ദൈവപുത്രനായി നാം പുറത്തേക്ക് വന്നാൽ സംഭവിക്കുന്ന ഇവിടുത്തെ കാര്യം ഒന്ന്, ഇവിടെ 3-ാമത്തെ ഭാഗം, ഒന്ന് ന്യായവും നീതിയും ഉള്ളവരായി തീരും. 2 ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കും. 3-ാമത്തെ ഭാഗത്തിൽ പറയും സ്വർഗം അവനു വേണ്ടി തുറക്കുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം ദൈവവചനം കേൾക്കുന്ന ഓരോ വ്യക്തികളോടും പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ലോകത്തിലുള്ള പല വാതിലുകളും നമ്മുടെ മുമ്പിൽ പലപ്പോഴും കെട്ടി അടയപ്പെടുവാനിടയായി തീരും.
ഹല്ലേലൂയ. നീ ദൈവസന്നിധിയിൽ, താങ്കൾ ദൈവസന്നിധി എത്രത്തോളം മുൻപോട്ട് വരുന്നുവോ അത്രത്തോളം ലോകത്തിലുള്ള ചില വാതിലുകൾ നമ്മുടെ മുമ്പിൽ അത് അടയപ്പെടുവാനിടയിൽ. നമുക്കറിയാം, പഴയ നിയമ വിശുദ്ധന്മാർ, പൂർവ്വപിതാക്കന്മാർ അനേകം പേർ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിന്റെ വചനം കേട്ട് മാനസാന്തരം രക്ഷിക്കപ്പെട്ടു വന്നപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ അനേകം നാം കേട്ടു. ദൈവദാസന്റെ പിതാവിന്റെ അനുഭവങ്ങൾ കേട്ടല്ലോ. ദൈവത്തെ അറിഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഹല്ലേലൂയ ഉറുമ്പിൻ്റെതായ കൂടുകൊണ്ട് ശരീരത്തിലിട്ട് കെട്ടിവെച്ചടിച്ച് ഇങ്ങനെ പൂർവ്വപിതാക്കന്മാർ അനേകം പേർ ദൈവത്തിനു വേണ്ടി എഴുന്നേറ്റുന്ന് അനേകം പേരുടെ വാതിൽ അടയപ്പെടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അല്ലെങ്കിൽ കുടുംബപരമായി പാരമ്പര്യമായി കിട്ടേണ്ട പല നന്മകളും കിട്ടാതിരിക്കുന്ന സാഹചര്യങ്ങൾ, അനേകം വസ്തുവകകൾ കിട്ടാതിരുന്ന സാഹചര്യങ്ങൾ, സാമ്പത്തികമായ സകലവിധം വന്ന വാതിൽ അടയപ്പെട്ട നിമിഷങ്ങൾ, കുഞ്ഞുങ്ങളെ കൊണ്ട് കർത്താവേ ഞാൻ എന്തു ചെയ്യുമെന്ന് വിചാരിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. സകല വാതിലുകൾ അടയപ്പെട്ടപ്പോൾ ഒരു കാര്യം ദൈവത്തിന്റെ വചനം പറയുന്നു. ദൈവത്തിന്റെ വചനപ്രകാരം നമ്മൾ ഉറപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിനു വേണ്ടി നിൽക്കുവാൻ നീ തയ്യാറാണെങ്കിൽ ഒരുപക്ഷെ ലോകത്തിലുള്ള സകല നന്മകളും അടയപ്പെട്ടു എന്ന് പറഞ്ഞാലും, ലോകത്തിലെ സകല വ്യക്തികളുടെ മുമ്പിൽ സകല വാതിലുകൾ അടയപ്പെട്ടു എന്ന് പറഞ്ഞാലും, സ്വർഗത്തിലെ ഒരു വാതിൽ നിനക്ക് വേണ്ടി തുറക്കുവാനിടയായി തീരും. നമുക്ക് അനുഭവത്തിലൂടെ പറയാൻ പറ്റത്തില്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിനു വേണ്ടി ഇറങ്ങിയത് കൊണ്ട് പലപ്പോഴും പലവിധമാകും നന്മകൾ അടയപ്പെട്ടപ്പോൾ എൻ്റെ ദൈവം നമുക്ക് വേണ്ടി പല വാതിലുകൾ തുറക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. നമുക്ക് വായിക്കേണ്ട എസ്കേ പ്രവൃത്തി പ്രകാരം പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നാൽ അതാർ അതിനെ അടയ്ക്കുവാനിടയായി തീരും. ഞാൻ നിനക്ക് വേണ്ടി ഒരു കാര്യം പ്രവർത്തിക്കാൻ ആരംഭിച്ചാൽ ആ പ്രവൃത്തിയെ ആർക്ക് തടുക്കുവാനിടയായി? ഇന്ന് പകൽക്കാലം ദൈവാത്മ ഓരോ വ്യക്തികളും പരിശുദ്ധാൻ പറയുന്നു, ഒരു ദൈവപുത്രനായി നീ പുറപ്പെടാൻ തയ്യാറാണെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ അനുഭവിക്കുന്ന ചില വാതിൽ അടയപ്പെടുന്ന നിമിഷം ഉണ്ടായിരിക്കാം. നമ്മുടെ മുമ്പിൽ പലതും അടഞ്ഞു പിന്നെയും അടയുന്ന അനുഭവങ്ങളായിരിക്കാം. പക്ഷേ സ്വർഗം നിനക്ക് വേണ്ടി തുറക്കുവാനിടയായി തീരും. ഒരു ദൈവപുത്രനെ സംബന്ധിച്ച്, ഒരു ദൈവ മനുഷ്യനെ സംബന്ധിച്ച് ഒരു ദൈവത്തിൻ്റെതായ ഒരു പ്രത്യാശ, ഈ ലോകപ്രകാരമുള്ള പ്രത്യാശകളെല്ലാം അടയുമ്പോഴും നമുക്ക് വേണ്ടി ഹല്ലേലൂയ കാൽവരി ഗിരിമുകളിൽ നമുക്ക് വേണ്ടി ഇരുകള്ളന്മാരുടെ മധ്യത്തിൽ മൂന്നാണിമേ തകർക്കപ്പെട്ട ക്രിസ്തുവിന്റെ സാന്നിധ്യം ഹൃദയത്തിന്റെ ഉള്ളിൽ വെളിപ്പെടുമ്പോൾ തന്നെ എല്ലാവരുടെ മുമ്പിൽ കണ്ണുനീരും വ്യാകുലതയും പ്രയാസവും ദുഃഖവും ദുരിതവും വേദനയും മാത്രമായിരിക്കാം. പക്ഷേ ഇന്ന് പകൽക്കാൻ ദൈവാത്മാവിൽ ആശ്രയിക്കുക. കർത്താവേ, എനിക്ക് വേണ്ടി തുറക്കപ്പെടുന്ന സ്വർഗത്തിന്റെ വാതിലേക്ക് കാണണം എന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുന്നു, ഒരുപക്ഷെ ഇന്ന് വേദനിക്കുന്ന അനുഭവത്തിനകത്ത് പിന്നെയും പരാജയപ്പെട്ടു പോകുന്ന കാരണം എന്നറിയാമോ? നിനക്ക് വേണ്ടി തുറന്നിരിക്കുന്ന സ്വർഗീയമായ വാതിലുകളുടെ അനുഭവം കാണാത്തതാണെങ്കിൽ ഈ ദിവസങ്ങൾ കർത്താവേ, എനിക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം തുറക്കപ്പെട്ട ഒരു വാതിൽ അത് തുറന്നിരിക്കുന്നെങ്കിൽ എന്നോട് ദൈവം കാണിക്കണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ദൈവാത്മാവ് ഇന്ന് പകൽ ചിലരെ അങ്ങനെ ദൈവാത്മാവ് നടത്തുവാൻ ആഗ്രഹിക്കുന്നു. ചിലർ ഉറങ്ങുമ്പോൾ തന്നെ അല്ലെങ്കിൽ വ്യത്യസ്തമായ അല്ലെങ്കിൽ മറ്റു പലവിധമാകും നിരാശയടങ്ങുന്ന ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങളെല്ലാം മാറ്റി നിർത്തി ദൈവാത്മാവിന്റെ ദൂതന്മാരുടെ സാന്നിധ്യം ഇറങ്ങുന്നതും ദൈവാത്മാവിന്റെ സ്വർഗീയമായ അനുഭവങ്ങൾ കാണിക്കുന്ന ചില സ്വപ്നങ്ങൾ ദൈവാത്മാവ് തരുവാൻ ആഗ്രഹം. എത്ര വിശ്വസിക്കുക കർത്താവേ, അങ്ങനെയുള്ള സ്വപ്നങ്ങൾ എൻ്റെ മേൽ പകരട്ടെ. എൻ്റെ ഉപബോധ മനസ്സിനകത്ത് ദൈവാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. മകൾ ദൈവാത്മാവ് പറയുന്നു, ഹല്ലേലൂയ, എനിക്ക് വേണ്ടി തുറക്കപ്പെട്ട സ്വർഗത്തിലെ അനുഭവം എൻ്റെ മേൽ പകരണമേ, എൻ്റെ മേൽ കാണിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു ഭാഗമാണ്. ഹല്ലേലൂയ. ഒരമ്മച്ചിയുണ്ട്, എല്ലാ ദിവസവും കൃത്യമായി ദൈവത്തിനെ ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഹല്ലേലൂയ കൃത്യമായി ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു അമ്മച്ചിയായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ എൻ്റെ ഒരു ആത്മീക പിതാവായ ആ ദൈവദാസന്റെ അരികത്ത് ഈ അമ്മച്ചി വന്ന് പറഞ്ഞു, ഹല്ലേലൂയ, ഞാൻ നന്നായി ആരാധിക്കുന്ന വ്യക്തിയാണ്, ഞാൻ നന്നായി ദൈവത്തെ സ്തുതിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഞാൻ ഹല്ലേലൂയ ഭവനത്തിനകത്ത് പോകുമ്പോൾ എനിക്ക് നിരാശയാണ്. കാരണം എന്നറിയാമോ? ഞാൻ ഉറങ്ങുവാൻ പോകുമ്പോൾ ആരോ എന്നെ പിടിക്കും പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ കട്ടിൻ്റെ രണ്ട് സൈഡിലും ആരോ ഒക്കെ വരുന്നത് ഫീലിംഗ് തോന്നുന്നുണ്ട്. എന്തിനേറെ കുട്ടിച്ചാത്തൻ്റെ പല പ്രവർത്തനങ്ങൾ ഭവനത്തിനകത്ത് ഇറങ്ങുന്ന വ്യാപാരങ്ങൾ കാണുന്നുണ്ട്. പലപ്പോഴും ഉറങ്ങുവാൻ പോലും ഭയത്തിലിരിക്കുന്ന അമ്മച്ചി അനുഭവമായിട്ട് പ്രിയപ്പെട്ട ദൈവദാസന്റെ അരികത്ത് വന്നപ്പോൾ 10-40 വർഷത്തോളം ദൈവത്തിനു വേണ്ടി ഓടി അധ്വാനിച്ച ഒരു വ്യക്തിയുടെ പ്രത്യേകതയാണ്. പക്ഷേ ജീവിതത്തിനകത്ത് ആ ദൈവദാസൻ അമ്മച്ചിയോട് ഇപ്രകാരം പറഞ്ഞു, ഹല്ലേലൂയ, ഇന്നു മുതൽ ഹല്ലേലൂയ
ഹല്ലേലൂയ. ദൈവത്തോട് പറഞ്ഞിട്ട് കർത്താവേ, ഇതെന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്, എൻ്റെ ഈ ഭവനം ദൈവത്തിൻ്റെതായ ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന സ്ഥലമാണ്, ഈ കട്ടിൽ എൻ്റെ ദൈവത്തിന്റെ മകൻ കിടന്നുറങ്ങുന്ന സ്ഥലമാണ്. ഇന്ന് പകൽക്കാലം കർത്താവേ, എൻ്റെ മേൽ ദൈവ സാന്നിധ്യം ഇറങ്ങണേ എന്ന് പറഞ്ഞു സ്തുതിക്കാൻ ആരംഭിക്കാൻ പറഞ്ഞു. അമ്മച്ചി അന്നു മുതൽ ഹല്ലേലൂയ തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ദൈവത്തെ സ്തുതിക്കാൻ ആരംഭിച്ചു. അത് മാത്രമല്ല, അമ്മച്ചിയുടെ ജീവിതത്തിനകത്ത് സംഭവം എന്നറിയാമോ? ദൈവത്തിനുവേണ്ടി ജീവിക്കുന്ന ഒക്കെ തന്നെ തരി, പക്ഷെ ഒരു കാര്യം, മറ്റുള്ളവരെ പറ്റിയുള്ള കുറ്റങ്ങൾ പറയാൻ ഒരു മടിയുമില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ആ ദൈവദാസൻ അമ്മച്ചിയോട് പറഞ്ഞു, പ്രിയപ്പെട്ട മാതാവേ, ദൈവാത്മാവ് നിങ്ങൾ വെളിപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് തടസ്സമായി നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൂർണ്ണമായി നമ്മൾ ഇന്ന് വിട്ടുമാറ്റണം. ഹല്ലേലൂയ. നമുക്ക് ഈ ഉണക്ക മീനും കയ്യിൽ വെച്ചിട്ട് പൂച്ചയെ അടിച്ചാൽ കളഞ്ഞാൽ ഒരിക്കലും പറ്റത്തില്ല. ആ പൂച്ച പിന്നെയും കടന്നു വരും. ഇത് തന്നെയാണ് ശത്രുവിൻ്റെ ചില പദ്ധതികളും. ആ പ്രിയയുടെ മാതാവിനോട് അങ്ങനെ പറഞ്ഞ് അല്ലെങ്കിൽ പ്രിയയുടെ മാതാവ് ദൈവത്തിന് ഏറ്റെടുക്കുവാനിടയായി തീർന്നു. ജീവിതത്തിൽ ക്രമപ്പെട്ട് ദൈവഭാഗത്ത് വന്ന് പൂർണ്ണമായി അന്ന് വരെ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്ന ഒരു മാതാവാണ്. ഹല്ലേലൂയ. പുറമേ അവർക്കൊന്നും തന്നെ തെറ്റെന്ന് പറയാനില്ലായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് തടസ്സമായി നിന്നത് പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട് സ്തുതിക്കാൻ ആരംഭിച്ചു. അന്ന് മുതൽ അമ്മച്ചി കണ്ട അനുഭവം എന്നാണെന്നറിയാമോ? അന്ന് മുതൽ ദൈവദൂതന്മാരെ കാണുവാൻ ആരംഭിച്ചു. അന്ന് മുതൽ തൻ്റെ പ്രാണനെ വരെ സൂക്ഷിക്കുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ മറവിൽ താൻ ആകപ്പെടുവാനിടയായി തീർന്നു. അന്നുവരെയുള്ള അനുഭവങ്ങളല്ല, പുതിയ അനുഭവത്തിലൂടെ നീങ്ങുന്ന അനുഭവം പ്രാപിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, കർത്താവേ, ഞാൻ ഉറങ്ങുമ്പോൾ, ഞാൻ ജീവിക്കുമ്പോൾ, ഞാൻ പ്രാർത്ഥന കയറുമ്പോൾ എനിക്ക് വേണ്ടി തുറക്കപ്പെട്ട സ്വർഗമുണ്ട്. ആ സ്വർഗം എന്നെ മുമ്പിൽ തുറക്കട്ടെ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഈ ദിവസങ്ങൾ? അത് നമ്മളൊന്ന് ആഗ്രഹിക്കണം. അപ്പാ, എനിക്കൊന്ന് ആ സ്വർഗം ഒന്ന് കാണണം, എനിക്ക് ആ തുറക്കപ്പെട്ട സ്വർഗത്തെ എനിക്കൊന്ന്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? നമ്മൾ വിശ്വാസത്തോടെ ഈ ദിവസം സ്തുതിക്കുന്നവരാണല്ലോ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാണല്ലോ, ആത്മീക ഫലങ്ങൾ ഉളവാകുന്നവരാണല്ലോ. ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി തുറക്കപ്പെടുന്ന സ്വർഗമുണ്ട്, ആ സ്വർഗം എനിക്കൊന്ന് കാണണം. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ പല ഭാഗങ്ങളിൽ സ്വർഗം തുറക്കപ്പെട്ട അനുഭവങ്ങളുണ്ട് ദൈവപുത്രന്മാരുടെ ഇടയിൽ. നമുക്കൊന്ന് വായിച്ചു നോക്കാം. അപ്പോസ്തല പ്രവൃത്തി പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 56-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. അപ്പോസ്തല പ്രവൃത്തി പുസ്തകം 7-ാം അധ്യായം 56-ാമത്തെ വാക്യത്തിൽ നമുക്കൊന്ന് വരാമോ? ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു. ഇവിടെ നമുക്കറിയാം, മേശമേ ശുശ്രൂഷിക്കുവാൻ ദൈവാത്മാവിൽ തെരഞ്ഞെടുക്കപ്പെട്ട 7 പുരുഷന്മാരിൽ ഒരു വ്യക്തിയായിരുന്നു സ്തേഫാനോസ് എന്ന് പറയുന്ന വ്യക്തി. ഈ സ്തേഫാനോസ് ദൈവത്തിന് വേണ്ടി നിന്നത് ഒറ്റ കാരണം കൊണ്ട് ദേശക്കാരെല്ലാവരും കൂടെ ചേർത്ത് നിർത്തി അവനെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന അനുഭവത്തിനിടയിലാണ് ഇവിടെ വളരെ വേദനിപ്പിക്കുന്ന അനുഭവത്തിനകത്ത് ദൈവത്തിനോട് നിന്നു. പക്ഷേ ഇവിടെ വേദനകൾ മാത്രം. ഈ വേദനിക്കുന്ന അനുഭവത്തിനകത്ത് നിന്ന് ഹല്ലേലൂയ, ഈ ലോകത്തുള്ള മനുഷ്യരെല്ലാം അവരുടെ കണ്ണുകളെ അടപ്പിക്കത്തക്ക നിലവാരത്തിൽ ബാഹ്യമായ കണ്ണുകളെ ഹല്ലേലൂയ സ്തോത്രം കല്ലെറിഞ്ഞ് അവരുടെ കണ്ണുകളെ പൊട്ടിച്ചപ്പോൾ, ശ്രദ്ധയോടെ കേൾക്കണം, ഹല്ലേലൂയ സ്തോത്രം, ബാഹ്യമായ നിലവാരത്തിൽ ബാഹ്യമായ വ്യക്തികൾ എല്ലാവരും കൂടെ ചേർന്ന് ഇനി ഒരിക്കലും ലോകത്തെ കാണരുതെന്ന് പറഞ്ഞുകൊണ്ട് ബാഹ്യമായ നിലവാരത്തിൽ കല്ലുകളെ കൊണ്ട് തൻ്റെ കണ്ണുകളെ പൊട്ടിച്ചപ്പോൾ തന്നെ ദൈവാത്മാവ് തൻ്റെ ഉള്ളിലുള്ള കണ്ണിനെ അത് പുറത്തു വന്നു. ദൈവാത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെട്ടപ്പോൾ ദൈവാത്മാവിടെ വചനം വ്യക്തമായി പറയുന്നു, ആ സ്തേഫാനോസിന്റെ അതിനകത്ത്, ആ വേദനിക്കുന്ന അനുഭവത്തിനകത്ത് തനിക്ക് വേണ്ടി തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ അനുഭവം താൻ കാണുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം ചില വേദനകൾ കടന്നു വരുന്നത്, ചില പ്രതികൂലങ്ങൾ കടന്നു വരുന്നത്, ചില പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നത് പിശാചിന് ചില പദ്ധതികളായാൽ തന്നെയും ഒരുപക്ഷെ അതിനകത്ത് ദൈവമക്കൾ പൂർണ്ണമായി സമർപ്പിതനായി ദൈവസന്നിധികൾ പുറവുറുപ്പില്ലാതെ ദൈവസന്നിധി പൂർണ്ണമായി ഒന്നുകൂടെ ദൈവകരങ്ങൾ സമർപ്പിച്ചു കൊടുക്കുമെങ്കിൽ ആ കഷ്ടതയ്ക്കകത്ത് നിനക്ക് വേണ്ടി തുറക്കപ്പെടുന്ന സ്വർഗീയ അനുഭവങ്ങളെ കാണുവാൻ സ്വർഗം ഒരു ഭാഗ്യം നൽകും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഇവിടെ സ്തേഫാനോസ് മുൻപിൽ ഒരു പ്രതീക്ഷയുമില്ല, പക്ഷേ മരണം മാത്രം തൻ്റെ മുമ്പിൽ. പക്ഷേ ഒരു കാര്യം സ്തേഫാനോസിനെ ദൈവാത്മാവ് പഠിപ്പിക്കേണ്ടതെന്നറിയാമോ?
ഇന്നു വരെ നിന്നെ ഓടിയപ്പോൾ നിന്നെ നടത്തിയത് ഹല്ലേലൂയ ഈ ലോകത്തിലെ മനുഷ്യരല്ല കേട്ടോ. നിനക്ക് വേണ്ടി തുറക്കപ്പെട്ട സ്വർഗമുണ്ട്. ആ സ്വർഗത്തിന്റെ മറവിലാ ജീവിക്കുന്നേ. ഇന്ന് പകൽക്കാൻ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ദൈവം കേൾക്കുന്ന ഓരോ വ്യക്തി പരിശുദ്ധാത്മ പറയുന്നു, ലോകത്തുള്ള സകല നന്മകളും അടഞ്ഞു നിൽക്കുമ്പോഴും, ലോകത്തിലെ സകല പ്രതീക്ഷകളും അടഞ്ഞു പോയാലും ക്രിസ്തുവിലുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത്. അത് അല്ലെങ്കിൽ ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ നിന്നാൽ നിശ്ചയമായി നമുക്ക് വേണ്ടി സ്വർഗം തുറക്കുന്ന അനുഭവത്തെ നമ്മൾ ആത്മാവിൽ കാണുവാനിടയായി തീരും. ഹല്ലേലൂയ. അടുത്ത് പിന്നെയും സ്വർഗം ചില തുറക്കുന്ന അനുഭവങ്ങളെ നമ്മൾ വായിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിച്ചാട്ടെ. Revelation chapter 19 verse 11 please. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. ഇവിടെ വ്യക്തമായി കാണും, യോഹന്നാന് ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മർമ്മം വെളിപ്പെടുത്തുവാൻ സ്വർഗം തുറക്കുന്ന അനുഭവത്തെ കാണുവാനിടയായി തീർന്നു. ഇപ്പൊ എവിടെയാ ഈ സ്തോത്രം? യോഹന്നാൻ ഇപ്പൊ എവിടെയാ? പത്മോസിന്റെ ദ്വീപിനകത്താ. എവിടെയാ? പത്മോസിന്റെ ദ്വീപിനകത്ത്. അതിന്റെ പ്രത്യേകത എന്തുവാ? സകല പ്രതീക്ഷകളും അടയിട്ടു, മരണം മാത്രം ഫ്രണ്ടിൽ. പക്ഷേയും അവന് വേണ്ടി ചില മർമ്മങ്ങളെ, സ്വർഗീയമായ ചില മർമ്മങ്ങളെ വെളിപ്പെടുത്തുവാൻ അവിടെ സ്വർഗം അവന് വേണ്ടി തുറക്കപ്പെടുവാനിടയായിത്തുന്നു. ഇന്ന് പകൽ ദൈവപുത്രന്മാരായി പുറത്തു വന്നാൽ ഈ ലോകത്തിലെ ചില പ്രതികൂലങ്ങളുടെ അവസ്ഥകൾ, ചില രോഗത്തിന്റെ അനുഭവങ്ങൾ, ചില മാരകമായ അസ്വസ്ഥതകൾ, ചില പ്രത്യേകമായ ചില പ്രതികൂലങ്ങൾ, ഇതെല്ലാം ചില പ്രത്യേകമായ ദൈവത്തിന്റെ മർമ്മം താങ്കളിലൂടെ വെളിപ്പെടുത്തുന്ന ദിവസങ്ങളായി തീരുവാൻ സ്വർഗം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ ദിവസങ്ങൾ ഒറ്റപ്പെട്ട ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നീ ഒറ്റപ്പെട്ടായിരിക്കും, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഈ ദിവസങ്ങൾ മറ്റാർക്കും കാണാത്ത, മറ്റാർക്കും വെളിപ്പെടാത്ത ഒരു സ്വർഗീയമായ അനുഭവം ദൈവാത്മാവ് താങ്കളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഒറ്റപ്പെടുന്ന അനുഭവങ്ങൾ കടന്നു വരുന്നത്. ഒരു മനുഷ്യൻ ദൈവത്തിനു വേണ്ടി ആഴമായി അധ്വാനിക്കുന്ന ഒരു ദൈവദാസൻ വർഷങ്ങളോളമായി ദൈവത്തിനു വേണ്ടി പ്രവർത്തിച്ചിരുന്നു. ഒത്തിരി ദൈവത്തിനു വേണ്ടി കവലകളിലും അല്ലെങ്കിൽ ഹോസ്പിറ്റലിലും ദൈവത്തിന് ശക്തമായി നിലകൊണ്ട് നല്ല ആത്മസ്വഭാവമുള്ള ഒരു ദൈവദാസൻ വർഷങ്ങളോളമായി ദൈവത്തിനോട് പ്രയോജനപ്പെടുന്നു. താൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ എനിക്ക് അങ്ങയൊന്ന് കാണണം, എൻ്റെ അപ്പനാണല്ലോ നീ എന്നെ ഒന്ന് എനിക്കൊന്ന് കാണണം. പലവട്ടം പല വർഷങ്ങൾ ദൈവത്തോട് നിലവിളിച്ചു. പക്ഷെ ഒരിക്കൽ പോലും കർത്താവിനോട് സംസാരിക്കുവാനിടയായി തീർന്നില്ല. വർഷങ്ങൾ കഴിഞ്ഞു, പെട്ടെന്നൊരു അപകടം തനിക്കുണ്ടായി. താൻ ഐസിക്കകത്താകുവാനിടയായി തീർന്നു. തൻ്റെ ഭാര്യ, മക്കൾ എല്ലാവരും അടുത്ത് നിർത്തുവാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അവരാരും പുറത്തുനിന്ന് അകത്തേക്ക് കയറ്റിവിടുന്നില്ല. ഒറ്റപ്പെട്ടുപോയ നിമിഷം, തനിക്ക് പല വേദനകൾ വന്നപ്പോൾ ഇതിനാശ്വാസം നൽകുവാൻ സ്വന്തം ഭാര്യ അകത്ത് വിളിച്ചൊന്ന് തലോടുവാൻ ആഗ്രഹമുണ്ട്. കാരണം വേദന കൊണ്ട് പൊളയുകയാണ്. പക്ഷേ ആ വേദനിക്കുന്ന അനുഭവം ആരോട് പറയാനാ? നേഴ്സുമാരുടെ അല്പനേരം പറഞ്ഞു കഴിഞ്ഞാൽ അവർ അല്പനേരം ചെയ്യും, പിന്നെ കഴിഞ്ഞാൽ അവർ അവരുടെ കാര്യങ്ങൾ നോക്കും. ഒരുപാട് പേഷ്യൻ്റ് നോക്കണ്ടേ? പക്ഷെ ഒരു കാര്യം ഓർക്കണം, ആ ഒറ്റപ്പെട്ടു പോയ നിമിഷത്തിൽ അവൻ അല്ലെങ്കിൽ ആ ദൈവദാസൻ ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ ആഴമായി ദൈവത്തോട് നിലവിളിക്കുവാനിടയിൽ, കർത്താവേ, ഈ എൻ്റെ ജീവിതത്തിൽ വന്നത് എൻ്റെ അപ്പൻ അറിയാതെ സംഭവിച്ചിട്ടില്ല. കർത്താവേ, ഇതെൻ്റെ നന്മയ്ക്കായി വെളിപ്പെടുത്താൻ ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ ആരംഭിക്കണേ. താൻ ഉറക്കമൊന്ന് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ആരോ തൊടുന്നത് പോലെ ഫീൽ ചെയ്യാനിടയായി തീർന്നു. ആരോ തന്നെ സ്പർശിക്കുന്ന പോലെ താൻ ഫീൽ ചെയ്യാനിടയായി തീർന്നു. അല്പം തൻ്റെ ബോധമനസ്സ് അല്പനേരം ഉപബോധ മനസ്സിലേക്ക് കടന്നുപോയി. ദൈവാത്മാവ് അവനെ സംസാരിക്കാനിടയായി തീർന്നു. തനിക്ക് മുമ്പിൽ തുറക്കപ്പെട്ട സ്വർഗീയമായ അനുഭവവും തനിക്ക് വേണ്ടി ദൈവാത്മാവ് എന്തൊക്കെയാണോ ഒരു ആയുസ് മുഴുവൻ തന്നോട് സംസാരിക്കേണ്ട കാര്യങ്ങൾ ആ ആയുസിക്കകത്തിരുന്ന് ദൈവാത്മാവ് തന്നോട് സംസാരിക്കാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുന്നു, ഈ ദൈവോധനങ്ങൾക്കൊന്ന് ആരെങ്കിലും ഏതെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ടു പോയ നിമിഷങ്ങളുണ്ടെങ്കിൽ, പലപ്പോഴും വേദനിക്കുന്ന ഹൃദയമായി ലൗകികപരമായി വേദനിക്കുന്ന അനുഭവത്തിൽ കടന്നു വരാം. പക്ഷേ ദൈവാത്മാവ് പറയുന്നു, ഒന്ന് മുഴങ്ങാൻ മടക്കാൻ തയ്യാറാണെങ്കിൽ, ഒന്നൊന്ന് നമ്മുടെ മനസ്സിനെ ദൈവസന്നിധി സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ, നമുക്ക് വേണ്ടി തുറക്കപ്പെട്ട സ്വർഗീയമായ ചില ആത്മീയ അനുഭവങ്ങൾ കാണിക്കുവാൻ, ചില ആത്മീക മർമ്മങ്ങൾ വെളിപ്പെടുത്തുവാൻ. ഒരു കാര്യം ഓർക്കണം, പത്മോസിലിരിക്കുന്ന യോഹന്നാന് വെളിപ്പെടുത്തിയ ദൂതും മർമ്മവും ഇന്നുവരെ ഒരു മനുഷ്യനും വെളിപ്പെടുത്തിയിട്ടില്ല.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ വിശ്വസിക്കണം, കർത്താവേ എനിക്ക് വേണ്ടി ഒരു സ്വർഗം ഹല്ലേലൂയ ഒന്ന് തുറന്നാൽ മറ്റാർക്കും വെളിപ്പെടാത്തൊരു മർമ്മം എനിക്ക് വേണ്ടി കർത്താവ് വെളിപ്പെടുത്തുവാനിടയിൽ. ആവർത്തന പുസ്തകം 28-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കടന്നു വരാം. അവിടെയും സ്വർഗീയമായ അനുഭവം തനിക്ക് വേണ്ടി തുറക്കപ്പെടുന്നതായി കാണുന്നു. ആവർത്തന പുസ്തകം 28-ാമത്തെ 12-ാം വാക്യം. ആവർത്തന പുസ്തകം 28-ാമത്തെ 12-ാം വാക്യം. അതിവിടെയും ചില ദൈവപുത്രന്മാർക്ക് വേണ്ടി ആകാശം തുറക്കുന്ന സ്വർഗീയമായ തുറക്കപ്പെടുന്ന അനുഭവങ്ങളെ കാണും. ഇവിടെയും ഭൗതികമായ ചില മണ്ഡലങ്ങളുടെ മേലുള്ളതായ ചില അടവുകൾ ഒരു ദൈവപുത്രനായി നാം പുറത്തു വരുമ്പോൾ, ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ നിശ്ചയമായി നമുക്ക് വേണ്ടി ചില അല്ലെങ്കിൽ സ്വർഗീയ അനുഭവങ്ങൾ തുറക്കുവാനിടയായത്. അതാണ് പാട്ടുകാർ പറയുന്നത്, എൻ്റെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എൻ്റെ യേശു എത്ര നല്ലവൻ, എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എൻ്റെ യേശു എത്ര നല്ലവൻ. എത്ര പേർക്ക് പറയുവാൻ കഴിയും, കർത്താവേ എൻ്റെ ഈ കഷ്ടതകൾ മാറുന്നൊരു ദിവസമുണ്ട്, എന്നും ഞാൻ ഈ കഷ്ടതയിൽ കിടക്കത്തില്ല. ഇന്ന് നാം അനുഭവിക്കുന്ന പല ചിന്തകളുണ്ട്, പല ചിന്തിക്കുവാൻ നമുക്കൊന്ന് ചിന്തിക്കുവാൻ നാം ഒരു അല്പനേരം മാറിയിരുന്നാൽ പോലും നിരാശ മാത്രം ഫലമാകുന്ന പല നിമിഷങ്ങളിലൂടെ കടന്നു പോകാം. ഒരു തരത്തിലും സന്തോഷം അനുഭവിക്കുവാൻ കഴിയാതെ പോകുന്ന അനുഭവങ്ങൾ കടന്നു വരാം. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി പറയുന്നു, എൻ്റെ ദൈവം എന്നും താങ്കൾ ഇങ്ങനെ കിടത്തത്തില്ല. ഇന്ന് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് സ്വർഗീയമായ നന്മകളെ തരുമെന്ന് ദൈവമാണ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ, വാഗ്ദത്തം ചെയ്ത ദൈവത്തെ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്ക് വേണ്ടി സകലതും നൽകുവാനിടയായി തീരും. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പറയുന്നു ആവർത്തന 28-ാം അധ്യായത്തിൽ 1 മുതൽ 14 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോഴും സ്വർഗീയമായ നന്മകൾ ദൈവമക്കൾ അനുഭവിക്കണമെന്ന് വ്യക്തമായി കാണുവാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഓർക്കണം, ദൈവത്തിൻ്റെ പുത്രന്മാരായി വെളിപ്പെട്ടാൽ സ്വർഗീയമായ വാതിലുകൾ തുറക്കുവാനിടയായി തീരും. സ്വർഗം നമുക്ക് വേണ്ടി തുറക്കപ്പെടുവാനിടയായി തീരും. അത് മാത്രമല്ല, യേശു കർത്താവിൻ്റെ ഈ ദൈവപുത്രനായി വെളിപ്പെട്ടപ്പോൾ അടുത്ത സംഭവിച്ച കാര്യമെന്ന് പറയുന്നത്, അവിടെ പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപേനെ തൻ്റെ മേൽ പകരുവാനിടയായി തീർന്നു. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വ്യക്തമായി ജീവിതത്തിന്റെ ഉടനീളം അന്നു മുതൽ വെളിപ്പെടുവാനിടയായി തീരും. ദൈവപുത്രന്മാരായി നാം പുറത്തു വന്നാൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ വെളിപ്പെടും. അത് മാത്രമല്ല, അടുത്ത ഭാഗമെന്ന് പറയുന്നത്, അവരൊരു ദൈവ പൈതലാണെന്ന് പറഞ്ഞ് പരസ്യമായി എൻ്റെ ദൈവം അവന് വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം ഓർക്കണം, ഇന്ന് രഹസ്യമായി ദൈവത്തോട് നിലവിളിക്കുന്ന വ്യക്തികളാണെങ്കിലും, ഇന്നൊരു പക്ഷേ നാം ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ, നാം പോകുന്ന ഇടങ്ങളിൽ പലവിധമാകുന്ന പ്രയാസങ്ങൾ, നിന്ദകൾ, പ്രതികൂലങ്ങൾ, വിഷയങ്ങൾ, നിരാശകൾ മാത്രമാണെങ്കിലും വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഒരു ദൈവപുത്രനായി പുറത്തു വന്നാൽ അതിവിദൂരമല്ലാതെ എൻ്റെ ദൈവം ഹല്ലേലൂയ നിന്നോട് കൂടെയുണ്ടെന്ന് വെളിപ്പെടുത്തുന്ന നാളുകൾ അതിവിദൂരമല്ലെന്നൊരാത്മാവിൽ ദൂത് പറയുമ്പോൾ അതിനെ റിസീവ് ചെയ്യാൻ എത്ര പേർ കഴിയും? കർത്താവേ, എൻ്റെ ദൈവം എൻ്റെ ഈ സാഹചര്യങ്ങളെ മാറ്റി എന്നോട് കൂടെയുള്ള ദൈവം ഈ ലോകത്തുള്ളവനേക്കാൾ വലിയവനാണെന്നും എൻ്റെ ദൈവം എന്നെ നയിക്കുന്നത് ഈ ലോകത്തിലെ മനുഷ്യരല്ല, ജീവനുള്ള ദൈവത്തെയാണ് ആരാധിക്കുന്നു എന്ന് പരസ്യമായി വെളിപ്പെടുത്തുന്ന നാളുകൾ അതിവിദൂരമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഒരു ദൈവപുത്രനെ വെളിപ്പെട്ടാൽ ഇത്രയും അധികം സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനിടയായി. ഇനി നമുക്ക് അടുത്ത രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം. ഒരു ദൈവപുത്രനായി വെളിപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഏതൊക്കെ നിലവാരങ്ങൾ ദൈവത്തോട്
ക്രമീകരിക്കപ്പെടണം. ഏതൊക്കെ ഭാഗങ്ങളിൽ നമുക്ക് ഏതൊക്കെ മേഖലകളിൽ ചേഞ്ച് ആവശ്യമുണ്ട്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ നാളുകൾ പഠിക്കും. ഒന്ന്, ആത്മീക ഫലങ്ങൾ ഉളവാകുന്നവരായിരിക്കണം. രണ്ട്, ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കും. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ അതിനോടൊപ്പം മനസ്സിലാകേണ്ട ചില ഭാഗങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് ഹല്ലേലൂയ സ്തോത്രം നമ്മൾ വായിച്ച വേദഭാഗത്തിലേക്ക് തന്നെ കടന്നു വരാം. റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അതിൻ്റെ ഹല്ലേലൂയ സ്തോത്രം നമ്മൾ 1 മുതലുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ തന്നെ കാണുവാൻ സാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം ഇവിടെ ഹല്ലേലൂയ സ്തോത്രം അതിൻ്റെ 19-ാം വാക്യത്തിലേക്ക് വരുമ്പോഴാണല്ലോ പറയുന്നത് ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനായി കാത്തിരിക്കുന്ന സകല സൃഷ്ടികൾ. എന്നാൽ അതിനു മുൻപേ ഈ സൃഷ്ടി അല്ലെങ്കിൽ സ്തോത്രം ഈ ദൈവപുത്രന്മാർ ഏത് വിധത്തിലൂടെ കടന്നു പോകണമെന്ന് 1-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ നമ്മൾ ആഴമായി ഹല്ലേലൂയ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ്. അതിൽ 1-ാമത്തെ ഭാഗം 2-ാമത്തെ വാക്യത്തിലേക്ക് വരാം. അതിന്റെ 8-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു ദൈവപുത്രനായി വെളിപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ജീവിതത്തിനകത്ത് ക്രിസ്തു നിമിത്തമുള്ള സ്വാതന്ത്ര്യത്താൽ ഞാൻ ജീവിക്കുന്നുള്ള മനോഭാവം നമ്മളിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ദൈവദാസൻ പറഞ്ഞ ഭാഗം എന്താണ്? നമ്മളിൽ കർത്താവ് സംരക്ഷിക്കുമെന്നും നമ്മുടെ ദൈവം നമ്മോട് കൂടെയുണ്ട്, അതുകൊണ്ട് അധൈര്യപ്പെടേണ്ട എന്നുള്ള ആത്മവിശ്വാസം എന്ത് ചെയ്യാൻ പാടില്ല, നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അതുപോലൊരു ഭാഗമാണ് 1-ാമത്തെ ഭാഗം. ക്രിസ്തു നമ്മെ സ്വതന്ത്രമാക്കി, ഈ ലോകത്തിലെ പാപത്തിന് ഞാൻ അടിമയല്ല എന്നുള്ള ബോധ്യത നമ്മുടെ മേലുണ്ടായിരിക്കണം. എത്ര പേർക്ക് ഇത് മനസ്സിലായി? പാപത്തിന്റെ ഏതെങ്കിലും വിധത്തിലുള്ള അടിമത്വം നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം പ്രാപിക്കണം. ഗലാത്യലേഖനം സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രനാക്കി. ഇനി എന്ത് ചെയ്യാൻ പാടില്ല? അടിമ നുഖത്തിൽ പിന്നെയും എന്ത് ചെയ്യാൻ പാടില്ല? കുടുങ്ങിപ്പോകാൻ വേണ്ടി പാടില്ല. പാപത്തിൽ നമ്മൾ സ്വതന്ത്രനാകണം. പാപത്തിൽ നമ്മൾ സ്വതന്ത്രനാകണം. നമ്മുടെ ജീവിതത്തിലെ സകല നിലവാരങ്ങളിലും കർത്താവിന് നമ്മോട് സംസാരിക്കുവാൻ, കർത്താവിന് നമ്മോട് ഇടപെടുവാൻ തടസ്സമായിട്ടുള്ള ഏതെങ്കിലും പാപത്തിന്റെ അടിമത്വം നമ്മളിലുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ഇന്ന് പകൽക്കാലം അവിടെ നിൽക്കണം. എത്ര പേർക്ക് ആ ദൂത് മനസ്സിലായെന്നറിയത്തില്ല. അവിടെ നിൽക്കണം. നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിൽക്കൊന്ന് ചിന്തിക്കാൻ തയ്യാറാണോ? കർത്താവേ, ഞാൻ പാപത്തിൽ അടിമയാണോ? കർത്താവിന് എന്നിൽ പ്രവർത്തിക്കുവാൻ, എന്നോട് സംസാരിക്കുവാൻ ദൈവത്തിന് നമ്മെപ്പറ്റി പല കാര്യങ്ങളുണ്ട് കേട്ടോ, പല പദ്ധതിയുണ്ട് കേട്ടോ. ഈ വിവിധമായ മാധ്യമങ്ങൾ കേൾക്കുന്ന ദൈവത്തിനുണ്ട്. ദൈവത്തിന് പരിശുദ്ധ വ്യക്തമായി പറയും, താങ്കളെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി സ്വപ്നങ്ങളിലൂടെ പോലും ദൈവാത്മ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഈ സ്വപ്നത്തിന് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം അറിയാമോ? പല ദൈവമക്കളും ഈ ലോക ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ പ്രാർത്ഥനയ്ക്കകത്ത് വെളിപ്പെടുവാൻ സാധ്യതയില്ലാത്ത പല നിമിഷങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ദൈവാത്മാവ് പ്രാരംഭമായി താങ്കളോട് സംസാരിക്കുന്ന ഒരു വിധമായിരിക്കണം. സ്വപ്നത്തിലൂടെ ദൈവാത്മാവ് സംസാരിക്കും. ഞാൻ പറയുന്നത്, അങ്ങനെ നമ്മുടെ ജീവിതത്തിലൂടെ ദൈവാത്മാവ് ദൈവ സാന്നിധ്യം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒന്നാമതായി പാപത്തിന്റെ അടിമത്വം മാറ്റി സ്വതന്ത്രമാക്കി നമ്മെ ക്രിസ്തുവിൽ സ്വാതന്ത്ര്യമാക്കി വിട്ടുകൊടുക്കണം. നമ്മുടെ ശരീരങ്ങളെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ ജീവിത നിലവാരങ്ങളെ പാപത്തിന് അടിമയായി നിൽക്കരുത്. ഇന്ന് താങ്കൾ എവിടെ നിൽക്കുന്നുവോ ദൈവത്തിന് താങ്കളോട് പ്രവർത്തിക്കുവാൻ താങ്കൾക്ക് കഴിയുന്നില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, നിൽക്കുന്നിടത്ത് നിൽക്ക്. മറ്റുള്ള കാര്യങ്ങളേക്കുള്ള സ്റ്റെപ്പുകൾ എടുത്തു വയ്ക്കുന്നു, നിർത്താമോ? ഹല്ലേലൂയ. ഒന്ന് ദൈവസൻ തിരിഞ്ഞു വരാ, അപ്പാ ഞാൻ ഇന്ന് എവിടെയാ നിൽക്കുന്നേ? പാപത്തിൽ അടിമയാണോ? ക്രിസ്തു എന്നെ സ്വതന്ത്രമാക്കണം. ക്രിസ്തു എന്നെ സ്വാതന്ത്ര്യമാക്കണം. ഒന്നാമതായി ഇവിടെ പറയുന്നു, നാം ദൈവസനി പാപത്തിൽ സ്വതന്ത്രമായിരിക്കണം. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരാം. അതിന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് വരാം. ഒന്ന്, ക്രിസ്തുവിൽ എന്ത് ചെയ്യണം? സ്വാതന്ത്ര്യമാകണം. പാപത്തിൽ സ്വതന്ത്രമാകണം. രണ്ടാമത്തെ ഭാഗം 4-ാമത്തെ വാക്യത്തിലേക്ക്.
ജഡത്തെയല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന് നീതി നിവൃത്തിയാകേണ്ടതിന്. രണ്ടാമത്തെ ഭാഗം, ഒന്ന് പാപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്വതന്ത്രമാകണം. രണ്ടാമതായി ജഡത്തെ നാം അനുസരിക്കാതെ ആത്മാവിൽ നാം അനുസരിക്കണം. ജഡം 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 ഈ ലോകത്തിലുള്ള ജഡം നമ്മളെ റൂൾ ചെയ്യരുത്, നമ്മളെ നയിക്കരുത്, നമ്മളെ കർത്തൃത്വം നടത്തരുത്. ഇന്ന് നാം നമ്മെ കർത്തൃത്വം നയിക്കുന്നത് പാപമാണെങ്കിൽ, ഇന്ന് നമ്മെ ഓടുന്ന ഓട്ടം ജഡീകമായ ചിന്തകളാണെങ്കിൽ, ഈ ലോകപ്രകാരമുള്ള ഒരു ചിന്താഗതിയാണെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവത്തോട് പറ, കർത്താവേ എനിക്ക് നിന്നോടൊപ്പം നടക്കാൻ ആഗ്രഹമുണ്ട്. കർത്താവ് എന്നെ കർത്തൃത്വം നടത്തണം. ഇവിടെ പറയുന്നു, ഞാൻ ആത്മാവിൽ എന്ത് ചെയ്യണം? അനുസരിച്ച് നടക്കണം. നമ്മുടെ ജഡത്തിൽ അനുസരിച്ച് നടക്കരുത്. ജഡം നമ്മെ പലതും പറയും. നമ്മുടെ വായികൾ ഒരിക്കലും ദൈവത്തിന് പ്രയോജനമാക്കത്തില്ല. കള്ളം പറയുന്ന സ്വഭാവങ്ങൾ, മറ്റുള്ളവരെ പറ്റി പറയുന്ന സ്വഭാവങ്ങൾ, ഒരു വ്യക്തി ഇല്ലാത്തപ്പോൾ അവരെ പറ്റി പറയുന്ന സ്വഭാവങ്ങൾ, ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? വരരുത്, വരരുത്. ഇവിടെ പറയുന്നു ആത്മാവിൽ അനുസരിച്ച് നടക്കണം. ഒന്നുകൂടെ പറഞ്ഞാൽ, നമ്മുടെ ഓരോ വാക്ക് പറയുമ്പോഴും കർത്താവേ അത് ആത്മാവിന് ഇഷ്ടമാണോ? അങ്ങേക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? എന്നോട് കൂടെ ആത്മാവ് ഉണ്ടോ? ആത്മാവ് എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയി എന്നോടൊന്ന് സംസാരിക്കണം. പ്രാർത്ഥനയോടെ ആയിരിക്കണം നാം ഓരോ നിമിഷവും നടക്കേണ്ടത്. അവിടെ പറയുന്നു, നമ്മൾ മത്തായി സുവിശേഷം വായിക്കേണ്ട 25-ാം അധ്യായത്തിൽ വരുമ്പോൾ 10 പേര് എന്ത് ചെയ്തു? ദൈവസന്നി ഒരുങ്ങുവാനിടയായി തീർന്നു. പക്ഷേ 5-10 പേരുടെ വിളക്കുമേൽ എണ്ണയുണ്ടായിരുന്നു. പക്ഷേ 5 പേരുടെ വിളക്കിലുള്ള എണ്ണ ചോർന്നു പോയത്, അല്ലെങ്കിൽ ഉപയോഗിച്ചു പോയത്, അല്ലെങ്കിൽ ഏതോ ഒരു കാലഘട്ടത്തിൽ ഏതോ സാഹചര്യം കൊണ്ട് നഷ്ടപ്പെട്ടു പോയത്, തീർന്നു പോയത്, കത്തുവാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു പോയത്, തിരിച്ചറിഞ്ഞില്ല. ഇന്ന് പകൽക്കാൻ പ്രിയ ദൈവജനം, നമ്മൾ അങ്ങനെ ആകരുത്. നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ആത്മാവിനനുസരിച്ച് എന്ത് ചെയ്യണം? നടക്കണം. അടുത്ത മൂന്നാമത്തെ ഭാഗത്തിലേക്ക് വരാം. 5-ാമത്തെ വാക്യത്തിലേക്ക് വരാം. 8-ാമത്തെ 5-ാമത്തെ വാക്യം. ഒന്ന്, പാപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്വാതന്ത്ര്യമാകണം. രണ്ടാമതായി സ്തോത്രം, ജഡത്തെ അനുസരിച്ച് എന്ത് ചെയ്യാൻ പാടില്ല? നടക്കാൻ പാടില്ല. ആത്മാവിൽ അനുസരിച്ച്. മൂന്നാമത്തെ ഭാഗം, ജഡ സ്വഭാവത്തിന് നാം അടിമയാകരുത്. ആത്മസ്വഭാവം നമ്മളിൽ ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ, എൻ്റെ മേൽ വെളിപ്പെടുന്ന ഓരോ കാര്യങ്ങളും അത് ആത്മാവിന് ഇഷ്ടപ്പെട്ടതാണോ എന്നുള്ള വിചിന്തനയോടെ ചെയ്യുന്ന വ്യക്തികളായിരിക്കണം ദൈവപുത്രന്മാരായി വെളിപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ. നമ്മളെല്ലാം ഒരു ദൈവപുത്രന്മാരെ പുറത്തിറങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പറയുന്നു, നമ്മുടെ മേലുള്ള ജഡ സ്വഭാവമുണ്ടെങ്കിൽ അത് മാറ്റി ആത്മസ്വഭാവം വരണം. ജഡത്തിന്റെ പ്രവൃത്തികൾ എന്തൊക്കെയാണ്? അസൂയ, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ദ്വന്ദ്വശി, ഇതൊന്നും തന്നെ നമ്മുടെ മേൽ ഭരിക്കുവാൻ അനുവദിക്കാതെ ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ഇന്ദ്രിയം തുടങ്ങിയതായ ആത്മാവിന്റെ സ്വഭാവങ്ങൾ നമ്മുടെ മേൽ വെളിപ്പെടണം. അപ്പൊ നമ്മുടെ ഓരോ വാക്കുകൾ എന്ത് ചെയ്യണം? ശുദ്ധീകരിക്കപ്പെടണം. അടുത്ത ഭാഗത്തിൽ വരാം. അതിന്റെ സ്തോത്രം 7-ാമത്തെ വാക്യത്തിലേക്ക് വരാം. അവിടെ ഒന്ന് നേരത്തെ പറഞ്ഞ ജഡത്തിന്റെ സ്വഭാവം നമ്മുടെ മേൽ വരരുത്, ശരീരത്തിന്മേൽ ജഡ സ്വഭാവം വെളിപ്പെടരുത്. ഇവിടെ പറയുന്നു ജഡത്തിന്റെ ചിന്ത നമ്മളെ ഭരിക്കരുത്. നാം എത്ര തന്നെ പുറമേ ദൈവഭക്തനാണെന്ന് പറഞ്ഞാലും ഈ ചിന്തയെ മനസ്സിലാക്കാൻ ലോകത്തിലൊരു മനുഷ്യനും കഴിയത്തില്ല. യോസഫിനെ തകർത്ത് കളഞ്ഞ് തൻ്റെ സഹോദരങ്ങൾ തൻ്റെ അപ്പന്റെ അരികത്തു വരുമ്പോഴും അപ്പൻ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സഹോദരങ്ങളുടെ മുൻപിൽ വെച്ച് ഒരു പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോയ, എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോയൊരു അനുഭവത്തെ ഹല്ലേലൂയ അപ്പനെ അവതരിപ്പിക്കാൻ അവരൊരു മടിയുമില്ല. ചിന്തയ്ക്കകത്ത് മറഞ്ഞിരുന്നതിന് ആർക്കും മനസ്സിലാകാൻ പറ്റിയില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കണം, യോസഫിന്റെ ഉത്തരവാദിത്വം ദൈവമായത് കൊണ്ട് തന്നെ ആരൊക്കെ തന്നെ ഒതുക്കി എന്ന് പറഞ്ഞാലും അതിൻ്റെ മുമ്പിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിശ്ചയമായി വെളിപ്പെടുന്നൊരു നാളുകളുണ്ട്. അപ്പൊ നമ്മുടെ ചിന്തകൾ പ്രവൃത്തികൾ മാത്രമല്ല, സ്വഭാവങ്ങൾ മാത്രമല്ല, നമ്മുടെ ചിന്തകൾ എന്തുകൊണ്ടാ പൗലോസ് അപ്പോസ്തലൻ എടുത്തു പറഞ്ഞതിന്റെ കാര്യം? എന്തുകൊണ്ടാ? നമ്മൾ എത്ര തന്നെ മാനുഷികമായി ശരീരം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ചാലും
ചിന്തയ്ക്കകത്ത് ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ കടന്നു വരാം. ഈ ദിവസങ്ങളിൽ നാം പറഞ്ഞല്ലോ, ദൈവത്തെ സ്തുതിക്കുന്നവരാണ്, ദൈവത്തെ മഹത്വപ്പെടും. ഈ ദിവസം അതിനോടൊപ്പം നമ്മൾ പറയണം, കർത്താവ് എൻ്റെ ചിന്തയ്ക്കകത്ത് ദൈവ സാന്നിധ്യം വെളിപ്പെടണം. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന റൂമിനകത്ത് പോലും കർത്താവേ, ദൈവത്തിന് ഹിതമുള്ളത്, ഇഷ്ടമുള്ള ചിന്ത എൻ്റെ ജീവിതത്തിൽ വരണം. ഇവിടെ പറയുന്നു, ജഡത്തിന്റെ ചിന്തയിൽ ഭരിക്കുവാൻ അനുവദിക്കരുത്. അടുത്ത ഭാഗത്തിലേക്ക് വരാം. അതിന്റെ 14-ാമത്തെ വാക്യം. ഇവിടെ അടുത്ത് വളരെ ഇമ്പോർട്ടൻസ് ആയ ഒരു കാര്യം, ദൈവാത്മാവിൽ നടത്തപ്പെടുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ദൈവമക്കളായി വെളിപ്പെടുന്ന വ്യക്തിയെ സംബന്ധിച്ചിട്ടാണ് ഒരു ദൈവപുത്രൻ എന്ന് പറയുന്നത്. ഈ ദൈവപുത്രന്റെ വെളിപ്പാടിനായി ഈ സൃഷ്ടി മുഴുവനും കാത്തിരിക്കുന്നു. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ പലപ്പോഴും മരിച്ച് കർത്താവിൻ്റെ നാട്ടിലെത്തുവാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മളെല്ലാവരുമാണ്. നമ്മുടെ ഏക പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവിൻ്റെ നാട്ടിലെത്തുക. അത് വളരെ ഇമ്പോർട്ടൻസ് ആണ്. അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. നഷ്ടപ്പെട്ടാൽ നമ്മുടെ ജീവിതം ശൂന്യമാകും. പക്ഷേ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ തയ്യാറാകണം. കർത്താവേ, ദൈവം എന്നെ സൃഷ്ടിച്ച ദൂതനായിട്ടല്ല, ദൈവം എന്നെ സൃഷ്ടിച്ചത് മനുഷ്യനായിട്ടാകയാൽ ഈ ലോകത്തിൽ ദൈവത്തിന് ചിലത് എന്നിലൂടെ പ്രവർത്തിക്കാനുണ്ട്. നമ്മൾ മരിച്ച് നിത്യതയിലേക്ക് എത്തുന്നതിന് മുൻപേ ഈ ലോകത്തിൽ ഒരു ദൈവപുത്രനായി വെളിപ്പെടുക സ്വർഗം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നുള്ള ഈ ഹല്ലേലൂയ സ്തോത്രം ആത്മീക കാഴ്ചപ്പാട് നഷ്ടപ്പെടുത്തുന്ന ഈ ലോക ദൈവത്തിന്റെ ശക്തികൾ പലപ്പോഴും മരണം മാത്രം കാത്തിരിക്കുന്ന അനുഭവത്തിൽ നയിക്കുമ്പോൾ, ഈ ലോകത്തിൽ താങ്കളെ കുറിച്ച് ഉപയോഗിച്ചിരിക്കുന്ന ദൈവത്തിന് നിങ്ങളെ കുറിച്ച് പദ്ധതി ഇട്ടിരിക്കുന്ന ചില പദ്ധതികൾ പലതും പെൻഡിംഗ് ആണ് ദൈവാത്മാവ് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഏലിയാവേ, നീ മരിക്കാൻ ഇച്ഛിക്കുന്ന ചൂരച്ചെടിയുടെ തണലിരുന്ന, പക്ഷെ ദൈവത്തിന് ചില കാര്യങ്ങൾ, ചില ശുശ്രൂഷകൾ ചെയ്തെടുക്കാൻ ഏലിയാവിനെ കുറിച്ച് ഇനിയുണ്ട്. ആ ഒരു പക്ഷെ ചൂരച്ചെടിയുടെ തണലിരുന്ന് മരിക്കാൻ ഇച്ഛിച്ച് മരണം വന്നിരുന്നെങ്കിൽ പല ശുശ്രൂഷകളും പലതും അവിടെ പെൻഡിങ് ആയി പോയേനെ. ഇന്ന് പകൽക്കാലം പറയുന്നു, ഒരു പക്ഷെ ഏലിയാവിലൂടെ വേറൊരു വ്യക്തിയിലൂടെ ചെയ്തെടുക്കും. പക്ഷെ ദൈവത്തിന് താങ്കളെ കുറിച്ച് ചെയ്യേണ്ടത് തന്നിലൂടെ തന്നെ വെളിപ്പെടണമെന്നുള്ള പ്രാർത്ഥനയായിരിക്കണം എൻ്റെ ജീവിതത്തിനകത്ത്. ഇന്ന് പകൽക്കാലം പലപ്പോഴും ജീവിതത്തിൽ ഒറ്റപ്പെടുമ്പോൾ, പല നന്മകൾ കിട്ടുമ്പോൾ കർത്താവ് എനിക്ക് മതി കർത്താവ് എന്ന് പറയുന്നു. എങ്ങനെ ജീവൻ എടുക്കണം പറയുന്നു. ഇല്ല, കർത്താവിന് ചില പദ്ധതികളുണ്ട്. ഈ ലോകത്തിൽ ദൈവപുത്രന്മാരെ പുറത്തു വരെ ലോകത്തിലെ സൃഷ്ടികളെല്ലാം കാത്തിരിക്കുന്നു. വിശ്വസിക്കുന്ന കർത്താവേ, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണ് കർത്താവേ? ഈ ദിവസങ്ങൾ നിശ്ചയമായി ദൈവം അത് പുറത്തു വരിക തന്നെ ചെയ്യും. ആ ചില പദ്ധതികൾ എന്നെ വെളിപ്പെടുക തന്നെ ചെയ്യും. എത്ര പ്രതികൂലങ്ങൾ വന്നാലും, എത്ര പ്രയാസങ്ങൾ വന്നാലും കർത്താവേ, ഞാൻ ഇതിൽ പുറത്ത് ജയിച്ച് കടന്നു വരുവാനിടയായിത്തീരും. ഇന്ന് ലോകത്തിലുള്ള ചിന്തകളായിക്കൊള്ളട്ടെ, ജഡ സ്വഭാവങ്ങളായിക്കൊള്ളട്ടെ, ജീവിത ചിന്തകളായിക്കൊള്ളട്ടെ, ജീവിത നിരാശകളായിക്കൊള്ളട്ടെ, ജീവിത നിലവാരങ്ങളായിക്കൊള്ളട്ടെ, ഏത് ബുദ്ധിമുട്ടായിക്കൊള്ളട്ടെ, ഇതിനകത്ത് ഞാൻ പുറത്തു വരുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്, എന്നിൽ ആശ്രയിക്കുന്നത്. ഹല്ലേലൂയ. ഈ ലോകത്തിലൊരു ദൈവത്തെ അല്ല ഞാൻ ആശ്രയിക്കുന്നത്, ഈ ലോക മനുഷ്യരല്ല ഞാൻ ആശ്രയിക്കുന്നത്, എൻ്റെ ദൈവത്തെയാണ് ഞാൻ ആശ്രയിക്കുന്നത്. ഹല്ലേലൂയ. ദൈവവചനം പിന്നെയും പറയുന്നു, ചിലർ കുതിരകളിലും രഥങ്ങളിലും ആശ്രയിക്കുമ്പോൾ ഞാനോ എൻ്റെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കുന്നു. ഈ ദിവസങ്ങളിൽ പലവിധമാകുന്ന പ്രയാസവും പ്രതികൂലങ്ങളൊക്കെ ആഞ്ഞടിക്കുമ്പോൾ പലപ്പോഴും തോന്നാറില്ലേ, ഈ ലോകപ്രകാരമായി ഞാനൊന്ന് പോയാൽ മതിയായി ചിന്തിക്കുന്ന അനുഭവമില്ലേ? മരിച്ചു പോയാൽ മതിയെന്ന് ചിന്തിക്കുന്ന അനുഭവമില്ല. ഇന്ന് പകൽക്കാലം ഇല്ല, കർത്താവിന് ചിലത് ചെയ്തെടുക്കുവാനുണ്ട്. കണ്ണുകൾ മൂടാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാവരുടെ കണ്ണുകൾ മൂടി അല്പനിമിഷം. കർത്താവേ, ഈ ലോകത്തിലെ സകല സൃഷ്ടികളും ദൈവപുത്രന്മാരുടെ ഹല്ലേലൂയ ഒരു വെളിപ്പാടിനായി കാത്തിരിക്കുമ്പോൾ കർത്താവേ, എന്നെ കുറിച്ചൊരു ദൈവത്തിന് പദ്ധതി ഉള്ളതാകയാൽ ദൈവവചനം പറയുന്നു, അബ്രഹാമിനോട് പറയുന്നൊരു ഭാഗമുണ്ട്, ദേശത്തിൽ ഒരു നീതിമാനുണ്ടെങ്കിൽ ആ ദേശത്തെ ഞാൻ നശിപ്പിക്കത്തില്ല. ഇനി എന്തിനേറെ, ദേശത്തെ നശിപ്പിക്കുന്നതിന് മുമ്പേ തന്നെ നീതിമാനായ അബ്രഹാമിനോട് ദൈവം ചോദിച്ചിട്ടാണ് പല കാര്യങ്ങൾ ചെയ്തതുപോലെ ഇന്ന് പകൽക്കാലം ദേശത്തിന്റെ മധ്യത്തിൽ അത്രയും ഒരു നെടുംതൂണുകളെ പോലെ ആക്കപ്പെട്ട പല വ്യക്തി ജീവിതങ്ങൾ, ജീവിതത്തിന്റെ ചില നിലവാരങ്ങൾ കടന്നു വന്നപ്പോൾ,
ചില വേദനകൾ കടന്നു വന്നപ്പോൾ, ചില പ്രതികൂലങ്ങൾ കടന്നു വന്നപ്പോൾ മതി കർത്താവേ എന്ന് പറയുന്നത് പോലെ സ്വയമായി അടിച്ചമർത്തപ്പെട്ട്, സ്വയമായി മതി കർത്താവേ എന്ന് മാത്രം വാക്കുകൾ ഉരുവിട്ട് ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ പദ്ധതി മനസ്സിലാക്കാൻ കഴിയാതെ ഹല്ലേലൂയ നെടുന്തൂണുകളായി ആക്കപ്പെട്ട പലരും ദേശത്തിനോട് താങ്കളോട് ചോദിക്കാതെ ആ ദേശത്തിനകത്ത് ഒരു അന്യാഗ്നി വെളിപ്പെടുവാൻ അനുവദിപ്പിക്കാത്തതുപോലെ ദൈവത്തിന്റെ ശാപങ്ങൾ പോലും ആ ദേശത്തിനകത്ത് വെളിപ്പെടണമെങ്കിൽ നീതിമാനായ താങ്കളോട് സംസാരിക്കുക ചെയ്യത്തില്ല. അത്രത്തോളം പദ്ധതി താങ്കളെ കുറിച്ച് ഇട്ടിക്കുമ്പോൾ തന്നെ ഇന്ന് പകൽക്കാലം കർത്താവേ ആ ദൈവപുത്രന്മാരെ പുറത്തു വരാൻ കഴിയാതെ എൻ്റെ മേൽ വ്യാപരിക്കുന്ന ഏതു ചിന്തയും കർത്താവേ ഇന്ന് ഞാൻ അതിനെ അടിയറ പറയുന്നു കർത്താവേ. ഈ ലോകത്ത് എന്തൊക്കെ തന്നെ സംഭവിച്ചാലും, ഏതൊക്കെ വിഷയങ്ങൾ കടന്നു വന്നാലും, ഏതൊക്കെ നിരാശകൾ കടന്നു വന്നാലും, ഏതൊക്കെ നിന്ന വിഷയങ്ങൾ കടന്നു വന്നാലും, ഏതൊക്കെ വാതിലുകൾ എൻ്റെ മുമ്പിൽ അടയപ്പെട്ടെന്ന് പറഞ്ഞാലും, എനിക്ക് വേണ്ടി തുറക്കപ്പെടുന്ന സ്വർഗീയമായ വാതിൽ കർത്താവ് എനിക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്ന ഞാൻ ആത്മാവിൽ കാണുവാനിടയായിത്തീരും. ഇന്ന് പകൽക്കാലം ആ ഒരു ചിന്ത നമ്മളെ മേൽ ഭരിക്കട്ടെ. എന്താണെന്ന് അറിയാമോ നമ്മൾ പലപ്പോഴും പരാജയപ്പെടുന്നേ? എന്താ താങ്കൾ ഇന്ന് അനുഭവിക്കുന്ന പല പ്രതികൂലങ്ങളുടെ മധ്യ നിലനിൽക്കാത്തതിന് കാരണം എന്നറിയാമോ? താങ്കൾക്ക് വേണ്ടി തുറക്കപ്പെട്ട സ്വർഗീയ കാഴ്ചപ്പാട് തിരിച്ചറിയാത്തോണ്ടാ. ഇന്നുപോലെ ദൈവത്തോട് പറ, കർത്താവേ എനിക്ക് അങ്ങേ ഒന്ന് കാണണം. കർത്താവേ എനിക്ക് വേണ്ടി തുറക്കപ്പെട്ട സ്വർഗത്തെ എനിക്കൊന്ന് കാണണം. നമ്മൾ പല വിഷയങ്ങൾ ദൈവത്തിന് ഉപവസിക്കാറില്ലേ? ഒരു ദിവസം ദൈവത്തോട് ഉപവസിക്കും, കർത്താവേ എൻ്റെ ദൈവം എന്നോട് കൂടെയുള്ള എനിക്കൊന്ന് കാണണം. കർത്താവേ എനിക്ക് വേണ്ടി തുറക്കപ്പെട്ട സ്വർഗം എനിക്കൊന്ന് കാണണം. അപ്പാ അങ്ങയുടെ തിരുസാന്നിധ്യം എനിക്കൊന്ന് കാണണം. അങ്ങയുടെ തിരുസാന്നിധ്യത്തിന്റെ മറവിലിരിക്കുന്ന അനുഭവം എനിക്ക് ആത്മാവിൽ കാണണം. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ ആരംഭിക്കാമോ? അതിനുവേണ്ടി നമ്മുടെ സ്തുതികൾ ആരംഭിക്കാമോ? കർത്താവേ എനിക്ക് അങ്ങയുടെ പ്രസൻസ് ആവശ്യമാണ്. കർത്താവേ അങ്ങയുടെ സാന്നിധ്യം എനിക്ക് ആവശ്യമാണ്. കർത്താവേ എനിക്ക് വേണ്ടി തുറക്കപ്പെട്ട സ്വർഗീയ അനുഭവങ്ങൾ ഞാൻ ആത്മാവിൽ കാണട്ടെ. കർത്താവേ എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഞാൻ ആത്മാവിൽ കാണട്ടെ. കർത്താവേ ഇന്ന് പകൽക്കാലം നിങ്ങൾ ആത്മാർത്ഥമായി ദൂതിനെ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ ദൈവാത്മാ പറയും, ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ശത്രുവിന്റെ പല പദ്ധതികളും കിടക്കമേൽ വരുമ്പോൾ പലപ്പോഴും പിടിച്ചടിച്ചു വെച്ച് ശരീരത്തെ പോലും പിടിച്ചടക്കുന്ന ചില ദുരാത്മാവിന്റെ വ്യാപാര മണ്ഡലങ്ങൾ ഈ ദിവസങ്ങൾ മാറി ദൈവാത്മാവിന്റെ ദൂതന്മാരുടെ സാന്നിധ്യം തിരിച്ചറിയുകയും താങ്കൾക്ക് വേണ്ടി തുറക്കപ്പെട്ട സ്വർഗീയ അനുഭവങ്ങൾ കാണുവാൻ ഈ ദിവസങ്ങളിൽ ചില സാഹചര്യങ്ങൾ ഒരുക്കുമെന്ന് പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ ഒരാലോചന കൈമാറുന്നു. യേശുവിന്റെ നാമത്തിൽ അങ്ങനെയുള്ള ചില വ്യക്തികളുടെ മേൽ ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ നാളുകളായി ചില ദേശാധിപ ശക്തികൾ, കുടുംബപരമായ ശക്തികൾ, പലവിധമാകുന്ന ശാപങ്ങൾ, പലവിധമാകുന്ന മന്ത്രവാദങ്ങൾ പലതുമിട്ട് ദേശത്തിനകത്ത് ഭവനത്തിനകത്ത് സമാധാനം അനുഭവിക്കാൻ കഴിയാതെ, സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ, ശത്രുവിന്റെ പദ്ധതികൾ മാത്രം കണ്ടുകൊണ്ടിരുന്ന അനുഭവങ്ങൾ പോലെ എഴുന്നേൽക്കുമ്പോൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ ശത്രുവിന്റെ ചില പദ്ധതിയുടെ മേൽ ഇന്ന് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ എനിക്ക് വേണ്ടി തുറക്കപ്പെട്ട സ്വർഗീയമായ ആത്മീയ അനുഭവങ്ങൾ ഞാൻ ഈ ദിവസങ്ങൾ കാണുമെന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ നടക്കുന്ന നടപ്പിൽ സ്തുതികൾ ആരംഭിക്കട്ടെ. നമ്മൾ പോകുന്ന ഓരോ യാത്രകളിലും നമ്മുടെ സ്തുതി ആരംഭിക്കട്ടെ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ അങ്ങ് പരിശുദ്ധനെന്ന് പറഞ്ഞാട്ടെ. ദൈവത്തിൻ്റെ സാറാഫുകൾ ദൈവത്തെ ആരാധിക്കുന്ന അനുഭവങ്ങൾ ആത്മാർത്ഥമായി ഹൃദയംഗമായി ആരാധിക്കട്ടെ. എത്ര തന്നെ എതിർപ്പുകൾ താങ്കളുടെ മുമ്പിൽ കടന്നു വന്നാലും, എത്ര തന്നെ നിരാശയടങ്ങുന്ന വാക്കുകൾ കടന്നു വന്നാലും അതിനെ മൈൻഡ് ചെയ്യാതെ ഹൃദയത്തിനകത്ത് ദൈവത്തെ സ്തുതിക്കാൻ ആരംഭിക്കുക. സ്വർഗം താങ്കൾക്ക് വേണ്ടി തുറക്കുവാനിടയായി തീരും. ദൈവദാസൻ നാളുകളായി പ്രാർത്ഥിച്ചിട്ടും ഒരു ഐസിക്കകത്ത് കയറേണ്ടി വന്നു, ദൈവസാന്നിധ്യം തിരിച്ചറിയേണ്ടി. ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു അനുഭവം ഒന്നും നമ്മുടെ ജീവിതത്തിൽ വേണ്ട. അതിനു മുമ്പേ തന്നെ ചില പ്രാർത്ഥന റൂമിനകത്ത് ദൈവസാന്നിധ്യം ഇറങ്ങാൻ ആഗ്രഹിക്കുന്നു. നാളുകളായി ദൈവത്തോട് നിലവിളിച്ച് കരയുന്ന ചില വിഷയങ്ങളുടെ മധ്യത്തിൽ കഴിഞ്ഞ നാളുകൾ ദൈവാത്മാവ് പ്രവർത്തിക്കാൻ തടസ്സമായി എന്തൊക്കെയാണോ ജഡത്തിന്റെ സ്വഭാവങ്ങൾ പൂർണ്ണമായി മാറി ആത്മ സ്വഭാവങ്ങൾ കടന്നു വന്ന് ആത്മാവിന്റെ ഹിതപ്രകാരം ജീവിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന വ്യക്തിത്വങ്ങളായി തീരുവാൻ തയ്യാറാണെങ്കിൽ ദൈവാത്മാവ് പറയുന്നു, ഇന്നലെ വരെ അനുഭവിക്കുക ദൈവ സാന്നിധ്യം നമ്മുടെ പ്രാർത്ഥനാ റൂമിനകത്ത് ഇറങ്ങും. ഹല്ലേലൂയ. ഒറ്റയ്ക്കിരുന്ന് മാറിയും ദൈവസന്നിധി ചുമ്മാ നിലവിളിക്കുന്നതിനേക്കാളും ആ നിലവിളിക്കുന്നതിനകത്ത് ദൈവ സാന്നിധ്യം തിരിച്ചറിയും. എത്ര പേര് കർത്താവേ ഒരു ദൈവപുത്രനായി എന്നെ ഒന്ന് പുറത്തു വരുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ചില കുടുംബങ്ങളുടെ മേൽ, ചില വ്യക്തികളുടെ മേൽ ദൈവ സാന്നിധ്യം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുമ്പോൾ തന്നെ ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇവിടെ ഞാൻ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ് അതിനകത്തൊരു വെളിപ്പാടില്ല.
അതിനകത്തൊരു വിടുതലില്ല. ഞാനിവിടെ പ്രസംഗിച്ചു എന്ന് പറഞ്ഞ് വിടുതലില്ല. പക്ഷേ ഇത് ഏറ്റെടുത്ത് സ്വയമായി ഈ ആത്മസ്വഭാവത്തിന് കീഴ്പ്പെട്ട് ജഡ സ്വഭാവങ്ങൾ മാറ്റി ദൈവത്തോട് സ്തുതിക്കാൻ ആരംഭിക്ക്. എല്ലാ നിമിഷത്തും ദൈവസ്തുതി ആരംഭിക്ക്, ദൈവത്തെ സ്തുതിക്കാൻ ആരംഭിക്ക്. നമ്മുടെ ഹൃദയം, നമ്മുടെ ജീവിതം, നമ്മുടെ ശരീരം, നമ്മുടെ അധരം, നമ്മുടെ ജീവിതത്തിലെ സകല അവയവങ്ങളും, ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ദൈവത്തിന് പ്രിയപ്പെടാൻ ആരംഭിക്ക്. സ്വർഗം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ചില കുടുംബങ്ങളുടെ മേൽ ദൈവ സാന്നിധ്യം ഇറങ്ങുന്നത് ആത്മാവിൽ കാണുമ്പോൾ തന്നെ അത് റിസീവ് ചെയ്യാൻ തയ്യാറാണോ? ഇന്ന് പകൽ പ്രാർത്ഥിക്കുമ്പോഴല്ല, സ്വയമായി ഏറ്റെടുത്ത് ഇന്ന് പകൽ കർത്താവേ, എനിക്ക് ആ സ്വർഗത്തെ എനിക്കൊന്ന് കാണണം. എൻ്റെ ദൈവം ഹല്ലേലൂയ സകലത്തെ നിയന്ത്രിക്കും ദൈവമാണെന്ന് പലപ്പോഴും ഞാൻ കേൾക്കുമ്പോൾ തന്നെ വ്യക്തിപരമായ ജീവിതത്തെ അനുഭവിക്കാൻ കഴിയാതെ ശത്രു ചില അടവുകളിട്ട് ഹല്ലേലൂയ ഈ ലോകത്തിലെ ദൈവങ്ങളെ കണ്ണുകളെ ഹല്ലേലൂയ കുരുടാക്കി വെച്ചിരിക്കുന്ന സകല അനുഭവങ്ങൾ മാറി കർത്താവേ, എൻ്റെ ആത്മാവിൻ്റെ ദൃഷ്ടിയൊന്ന് തുറക്കണം. എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഗേഹസ്വരിക്ക് പറയുകയാണ്, എലീശ പ്രവാചകനെ, അല്ലയോ എലീശേ, ഞങ്ങളെ തകർക്കുവാൻ ഒത്തിരി പേർ വന്നിരിക്കുന്നു. പക്ഷേ ആ എലീശ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ദൈവത്തിന്റെ പ്രവൃത്തിയെ കാണുവാൻ അവന്റെ കണ്ണുകളും തുറക്കണമേ. കണ്ണുകളെ തുറന്നപ്പോൾ തന്നെ അശ്വമേധങ്ങളും അശ്വരഥങ്ങളും ദൈവികമായ സ്വർഗീയമായ ദൂതന്മാരുടെ സാന്നിധ്യം അവിടെ ആ മലയ്ക്കകത്ത് മുഴുവൻ ഇറങ്ങിയത് ആത്മാവിൽ കണ്ടതുപോലെ ഈ ദിവസങ്ങളിൽ ആത്മാവിന്റെ ദൃഷ്ടികളെ അടച്ചുവെച്ച് സകല ശത്രുവിന്റെ പദ്ധതി ഇട്ട് ജഡ സ്വഭാവമിട്ട് പോരാടുന്ന അനുഭവം തിരിച്ചറിഞ്ഞുവെങ്കിൽ ഇന്ന് പകൽക്കാലം പറ, കർത്താവേ, ദൈവത്തിന്റെ പ്രവൃത്തി എനിക്കൊന്ന് കാണണം. നല്ലവനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി സ്തോത്രം. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയം ഞങ്ങൾ ഒരുമിച്ച് പരിസന്നെ സമർപ്പിക്കുന്നു. ദൈവാത്മാവ് ഇന്ന് പകൽ വ്യക്തമായി പല കുടുംബങ്ങളുടെ പേര് ഞങ്ങളുടെ മേൽ ദൈവാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഈ ദിവസങ്ങൾ ഞങ്ങൾ ദൈവപുത്രന്മാരെ പുറത്തു വരട്ടെ. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ ദൈവാത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. നിരാശപ്പെടുത്തുന്ന എല്ലാ അനുഭവങ്ങൾ മാറട്ടെ, ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ മാറട്ടെ, ഉറങ്ങുവാൻ കഴിയാത്ത അനുഭവങ്ങൾ മാറട്ടെ, സമാധാനം ഉറങ്ങുവാൻ കഴിയാത്ത എല്ലാ അനുഭവം യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ഉറങ്ങുമ്പോൾ ദൈവാത്മാവിൻ്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ. കർത്താവേ, അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം അവർക്ക് വെളിപ്പെടുന്ന രീതിയിൽ ദൈവപുത്രന്മാരെ പുറത്തു വന്ന കൃപയ്ക്കായി സ്തോത്രം. സ്വർഗം സഹായിക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.